വിമോചന സമരം 1957 ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റിനെ അട്ടിമറിച്ച് മാത്രമല്ല ചെയ്തു. ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ അന്യഭിന്നമായ ഒരു ഗതിക്രമം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയ, വിജയകരമായി മുന്നോട്ട് പോയ, ഫലപ്രദമായി മുന്നോട്ട് പോയ ഈ നവോത്ഥാനത്തെ തന്നെയാണ്, കേരളീയ നവോത്ഥാനത്തെ തന്നെയാണ് വിമോചന സമരം അട്ടിമറിച്ചത്. അതിന്റെ ഫലമായി ഇപ്പൊ നമ്മൾ സാധാരണ പറയാറുണ്ട്, കേരളം തിരിഞ്ഞു നടക്കുകയാണ്, കേരളത്തിൽ ജാതിബോധം കൂടുകയാണ്, കേരളത്തിൽ വർഗീയത വളരുകയാണ്, കേരളത്തിൽ അന്ധവിശ്വാസം പെരുകയാണ്. ഇതൊക്കെ പെരുകയാണ്, വളരുകയാണ് എന്ന് നമ്മൾ പറയുന്നു. എന്താ കാരണം? അതിന്റെ ആദ്യത്തെ കാരണം ഈ നവോത്ഥാന കേരളത്തെ ഈ പറഞ്ഞ ഒരു 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 പ്രതിതരംഗം, അല്ലെങ്കിൽ എന്താ പറയാ, വിപരീത ദശയിലേക്ക്, യൂറോപ്പിലെ കോണ്ടെക്സ്റ്റിൽ, യൂറോപ്യൻ ചരിത്രത്തിന്റെ സന്ദർഭത്തിൽ പറയുന്നുണ്ട്, എൻലൈറ്റൻമെന്റ് ഹാസ് ടേൺഡ് ഇൻടു ഇറ്റ്സ് ഓപ്പോസിറ്റ്. നവോത്ഥാനം അതിന്റെ വിപരീത ദശയിലേക്ക് തിരിഞ്ഞുപോയി. ഇവിടെ മാത്രമല്ല, ലോകത്തിൽ എല്ലായിടത്തും സംഭവിച്ചത്. അതുകൊണ്ട് മോഡേണിറ്റി എന്ന് പറയുന്നത് ഒരു ഇൻകംപ്ലീറ്റ് പ്രോജക്റ്റാണ്, ഒരു അപൂർണ പദ്ധതിയാണ് നവോത്ഥാനം. ലോകത്തിലെല്ലായിടത്തും ഇവിടെ അതെ. പക്ഷേ ഇന്ത്യയിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ബഹുദൂരം നമ്മൾ സഞ്ചരിച്ചു. ആ ബഹുദൂരം സഞ്ചരിച്ചെങ്കിലും 1959 വിമോചന സമരം ഈ കേരളീയ നവോത്ഥാനത്തെ അതിന്റെ വിപരീത ദശയിലേക്ക് തിരിച്ചു. ഇപ്പൊ എന്താ നമ്മൾ എത്തിയിട്ടുള്ളത്? ഇപ്പൊ നമ്മൾ എത്തി നിൽക്കുന്നത് എന്ന സാഹചര്യത്തെ ഞാൻ പറയുന്നത് ഒരു പോസ്റ്റ് മോഡേൺ കണ്ടീഷൻ ആണ്. കേരളത്തിൽ ഒരു ഉത്തരാധുനിക സാഹചര്യമാണ് കേരളത്തിൽ വളർന്നു വന്നിട്ടുള്ളത്. ഉത്തരാധുനിക സാഹചര്യത്തിന്റെ ഒരു പ്രത്യേകത, ഉത്തരാധുനിക സാമൂഹ്യ സാംസ്കാരിക സാഹചര്യത്തിന്റെ ഒരു പ്രത്യേകത, ജീവിതത്തിന്റെ കേന്ദ്രത്തിൽ രാഷ്ട്രീയമല്ല സംസ്കാരമാണ്. ജീവിതത്തിന്റെ കേന്ദ്രത്തിൽ നിന്ന് രാഷ്ട്രീയം ബഹിഷ്കരിക്കപ്പെടുകയും സംസ്കാരം കയറി വരികയും ചെയ്യും. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. എന്റെയൊക്കെ കുട്ടിക്കാലത്ത് കർക്കിടക മാസം എന്ന് പറഞ്ഞൊരു മാസം ഉണ്ടായിരുന്നു. ഈ കർക്കിടക മാസത്തിന് ഞങ്ങളൊക്കെ പറഞ്ഞിരുന്നു പഞ്ഞമാസം. കാരണം കൃഷിപ്പണി കഴിഞ്ഞ ആളുകൾ, പിന്നെ കൃഷിക്കാർക്കും പ്രത്യേകിച്ച് പണിയില്ല, കർഷക തൊഴിലാളികൾക്കും പണിയില്ല. ഗ്രാമങ്ങളിലെ ജനങ്ങളിൽ മഹാഭൂരിപക്ഷവും പട്ടിണിയാണ് ഈ കർക്കിടക മാസം, പഞ്ഞമാസം. പക്ഷെ ഇപ്പോ കർക്കിടക മാസം രാമായണ മാസം. പഞ്ഞമാസം എന്നുള്ള ഒരു 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 പ്രയോഗം തന്നെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയി. അതുപോലെ രാഷ്ട്രീയത്തിൽ നോക്കിക്കോളൂ. എന്റെയൊക്കെ ചെറുപ്പത്തിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉള്ള മുദ്രാവാക്യം എന്താ? അരി എവിടെ, തുണി എവിടെ, പണി എവിടെ, പറയൂ പറയൂ. ഇപ്പോ ഒരാളും അതിനെ കുറിച്ച് നോക്കില്ല. ഇപ്പൊ അരിയും പണിയും തുണിയൊക്കെ ആയിട്ടല്ല, പക്ഷെ അത് വിഷയമല്ല. അതിനു പകരം എന്താണ്? അമ്പലം, പള്ളി, വിശ്വാസം, ആചാരം, ആചാര സംരക്ഷണം, തേങ്ങാ പിണ്ണാക്ക്, അല്ലെ? മനസ്സിലാവുണ്ടോ പറഞ്ഞു? ആകെ നമ്മുടെ ഡിസ്കോഴ്സ്, നമ്മൾ കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് സ്വയം ധരിക്കുന്ന നമ്മുടെ പോലും വ്യവഹാരത്തിൽ മാറ്റം വന്നു.